ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു മീൻ പൊള്ളിക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാമെന്ന് കരുതുന്നത്. സാധാരണ ഈ മീൻ പൊള്ളിക്കുന്നതെന്ന് പറയുമ്പോൾ കരിമീൻ അതുപോലെയുള്ള ഇച്ചിരി വലിയ മീനൊക്കെ ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നൊരു അയല മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാകും എന്നറിയില്ല. അതുകൊണ്ട് ഒരു മീൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ആകുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരയല മീൻ എടുത്തിട്ടുള്ളൂ. അത് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ മസാല തേക്കുകയാണ്. മസാല എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അത് കുഴച്ചിരിക്കുന്നത്. എന്നിട്ട് മീനിൽ നല്ലോണം തേച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ വാല് ഞാൻ കളഞ്ഞിട്ടില്ലേ. വാല് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കളയാത്തത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ആ വാല് വെച്ചേക്കുന്നത്. സാധാരണ അങ്ങനെ നമ്മൾ വാലെടുക്കാറില്ല, അത് കളയും. ഇപ്പോൾ ഇതൊന്ന് ഒരുവിധം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, ഷാലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. പിന്നെ നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയില വേണമല്ലോ. അപ്പോൾ ഇവിടെ വാഴ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു ഇല ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരില മാത്രം എടുത്തിട്ടാണ്, നമുക്ക് ചെറിയ രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ ഒരുവിധം സെറ്റായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഒരു സവോള കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് എണ്ണ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരുവിധം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഈ മീൻ വറുക്കാൻ വേണ്ടി തേച്ച ആ മസാല തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സെയിം മസാല തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇച്ചിരി എരിവുള്ള ഒരു മുളക് പൊടിയാണ്, അതുകൊണ്ട് ഒത്തിരി വേറെ മുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല. ആവശ്യത്തിന് എരിവുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് പകുതി എടുത്തിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി, കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചില്ല. നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ സെറ്റായി വന്നപ്പോഴത്തേക്ക് വാഴയിലയിൽ ഒരു ലെയർ ഈ മസാലയും പിന്നെ മീനും പിന്നെ മസാല വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. വാഴയിലയുടെ അത് കൊണ്ട് തന്നെ ഞാനൊന്ന് കെട്ടി സെറ്റാക്കി വെച്ച് കൊടുത്തു. അപ്പം തന്നെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നേ. കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെയായിരുന്നു തോന്നിയത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് തോന്നി, പക്ഷേ ഉണ്ടാക്കിയില്ല. ഒരെണ്ണം മാത്രമേ ചെയ്തുള്ളായിരുന്നു. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ വാഴയിലയുടെ മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് കൊതി തോന്നും. അത്രയ്ക്ക് നല്ലൊരു മണമായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാനൊന്നൊരു 2-3 മിനിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതിനകത്തുള്ള മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒത്തിരി ഇട്ട് ഫ്രൈ ആക്കിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അകത്തുള്ള മസാല എല്ലാം പുറത്ത് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഫ്രൈ ആക്കിയില്ല. എന്നിട്ട് അത് ഇച്ചിരി നേരം വെച്ചതിന് ശേഷം തുറന്നെടുത്തു. അയ്യോ, എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ ഭംഗി മാത്രമല്ല, കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരും എന്നുള്ളത്. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, മോനും കഴിച്ചായിരുന്നു, അവനും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെ ഞാൻ പിന്നെ ഇത് കഴിക്കാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.